ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് തന്നെയാണ് വളരുന്നത്, ജീവിതം മാറ്റുന്ന ഒരു സത്യം. ജീവിതത്തിൽ ചിലർ എപ്പോഴും അവസരങ്ങൾ കണ്ടെത്തുന്നു, ചിലർക്ക് എവിടെയും പ്രശ്നങ്ങൾ മാത്രമേ കാണാനാകൂ. ഒരാൾ ഓരോ ദിവസവും നന്ദിയോടെ ജീവിക്കുന്നു, മറ്റൊരാൾക്ക് ജീവിതം മുഴുവൻ പരാതികളാണ്. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? ഉത്തരം വളരെ ലളിതമാണ്. നിങ്ങൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അതാണ് വളരുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ജീവിതം തന്നെ മാറ്റാൻ കഴിയുന്ന ഈ ശക്തമായ സത്യത്തെക്കുറിച്ചാണ്. ഒന്നാമതായി പറയുന്നത്, ശ്രദ്ധ എന്നത് ജീവിതത്തിൻ്റെ ദിശാസൂചിക. ഒരു തോട്ടക്കാരനെ ചിന്തിക്കും. അവൻ എല്ലാ ദിവസവും പൂക്കൾക്ക് വെള്ളമൊഴിക്കുന്നു, കളകൾ വളരാതിരിക്കാൻ അവയെ നീക്കം ചെയ്യുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആ തോട്ടം മനോഹരമാകും. പക്ഷേ അവൻ കളകൾക്ക് മാത്രമാണ് ശ്രദ്ധ കൊടുക്കുന്നതെങ്കിൽ, കളകൾക്ക് മാത്രമാണ് ശ്രദ്ധ കൊടുത്തതെങ്കിൽ, അല്ലെങ്കിൽ പൂക്കളെ പൂർണ്ണമായി അവഗണിച്ചാൽ തോട്ടം മുഴുവൻ കളകൾ നിറയും. നമ്മുടെ മനസ്സും അതുപോലെയാണ്. നിങ്ങൾ ദിവസവും ഭയത്തിലും നിരാശയിലും പരാജയത്തിലും ശ്രദ്ധ കൊടുത്താൽ അവയാണ് നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുക. പക്ഷേ പ്രതീക്ഷയിലും പഠനത്തിലും വളർച്ചയിലും ശ്രദ്ധ കൊടുത്താൽ നിങ്ങളുടെ ജീവിതവും അതേ ദിശയിലേക്ക് മാറും. രണ്ടാമത്തത്, നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ അത്ഭുതം. നിങ്ങളൊരു പുതിയ കാർ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അത് തീരുമാനിച്ച നിമിഷം മുതൽ ആ മോഡൽ കാർ എല്ലായിടത്തും കാണാൻ തുടങ്ങും. അത് പെട്ടെന്ന് ലോകത്ത് വർദ്ധിച്ചതല്ല, നിങ്ങളുടെ ശ്രദ്ധയാണ് മാറിയത്. ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾ അവസരങ്ങൾ അന്വേഷിച്ചാൽ അവസരങ്ങൾ കാണും. പരാതികൾ അന്വേഷിച്ചാൽ പരാതികൾ മാത്രമേ കാണും. നിങ്ങളുടെ ശ്രദ്ധയാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നത്. മൂന്നാമത്തേത്, നെഗറ്റിവിറ്റിയുടെ വില. ഒരു ചെറിയ വിമർശനം കേട്ടാൽ ചിലർ ദിവസങ്ങളോളം അതിനെക്കുറിച്ച് ചിന്തിക്കും. പക്ഷേ 10 പേർ പ്രശംസിച്ചാലും അത് അവർ മറക്കും. എന്തുകൊണ്ട്? കാരണം നമ്മുടെ ശ്രദ്ധ നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് കൂടുതൽ വേഗത്തിൽ പോകാറുണ്ട്. ഈ ശീലം മാറ്റിയില്ലെങ്കിൽ ജീവിതം മുഴുവൻ അസന്തോഷം നിറയും. എന്നാൽ ഓരോ ദിവസവും ചെറിയ വിജയങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ ആത്മവിശ്വാസം വളരും. നന്ദി പറയേണ്ട കാര്യങ്ങൾ എണ്ണി തുടങ്ങിയാൽ സന്തോഷം വളരും. നാലാമത്തേത്, വിജയികൾ ചെയ്യുന്ന ഒരു രഹസ്യം. വിജയിച്ച ആളുകൾക്ക് പ്രശ്നങ്ങളില്ല എന്നല്ല, അവർക്ക് പരാജയങ്ങളുണ്ട്, വിമർശനങ്ങളുണ്ട്, നഷ്ടങ്ങളുണ്ട്. പക്ഷേ അവർ ഒരു കാര്യം ചെയ്യുന്നു. അവർ പ്രശ്നത്തിലല്ല പരിഹാരത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പരാജയത്തിലല്ല പഠനത്തിലാണ് ശ്രദ്ധ, ഭയത്തിലല്ല അടുത്ത ചുവടിലാണ് ശ്രദ്ധ. അതുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അഞ്ചാമത്തേത്, ദിവസവും ചെയ്യാവുന്ന 5 ശീലങ്ങൾ. ജീവിതം മാറ്റണമെങ്കിൽ ഈ 5 കാര്യങ്ങൾ പരീക്ഷിക്കൂ. ഒന്നാമത്, രാവിലെ എഴുന്നേറ്റ ഉടൻ നന്ദി പറയേണ്ട 3 കാര്യങ്ങൾ ഓർക്കുക. രണ്ടാമത്, സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്ന സമയം കുറച്ച് നല്ല പുസ്തകങ്ങൾ വായിക്കുക. മൂന്നാമത്തേത്, നിങ്ങളുടെ ലക്ഷ്യം ദിവസവും ഓർമ്മിപ്പിക്കുക. നാലാമത്, പരാതി പറയുന്നതിന് മുമ്പ് പരിഹാരം ചിന്തിക്കുക. അഞ്ചാമത്തത്, നിങ്ങളുടെ വിജയത്തെ വിശ്വസിക്കുന്ന ആളുകളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കും. അപ്പോൾ ഈ ചെറിയ ശീലങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയുടെ ദിശ മാറ്റും, അതിനൊപ്പം ജീവിതവും മാറും. ആറാമത്തെ കാര്യം, ജീവിതത്തിലെ വലിയ സത്യം. സൂര്യപ്രകാശം ഒരു പേപ്പറിൽ വീണാൽ ഒന്നും സംഭവിക്കില്ല. പക്ഷേ അതേ പ്രകാശം ഒരു ലെൻസിലൂടെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചാൽ തീ പിടിക്കും. അതാണ് ഏകാഗ്രതയുടെ ശക്തി. ചിതറിക്കിടക്കുന്ന ശ്രദ്ധ സാധാരണ ഫലങ്ങൾ നൽകും.
കേന്ദ്രീകൃതമായ ശ്രദ്ധ അസാധാരണ ഫലങ്ങൾ സൃഷ്ടിക്കും. നിങ്ങളുടെ സമയം, നിങ്ങളുടെ ഊർജം, നിങ്ങളുടെ ചിന്ത ഇവയെല്ലാം ഒരേ ലക്ഷ്യത്തിലേക്ക് തിരിയുമ്പോൾ ജീവിതം അത്ഭുതകരമായി മാറും. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു ചോദ്യം മാത്രം നിങ്ങളോട് ചോദിക്കൂ. ഞാൻ ഇന്ന് എന്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? കാരണം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് തന്നെയാണ് വളരുന്നത്. ഭയത്തിൽ ശ്രദ്ധിച്ചാൽ ഭയം വളരും, പ്രശ്നങ്ങളിൽ ശ്രദ്ധിച്ചാൽ പ്രശ്നം വളരും. പക്ഷേ സ്വപ്നങ്ങളിൽ ശ്രദ്ധിച്ചാൽ സ്വപ്നങ്ങൾ വളരും, അറിവിൽ ശ്രദ്ധിച്ചാൽ അറിവ് വളരും, നന്മയിൽ ശ്രദ്ധിച്ചാൽ നന്മ വളരും, വിജയത്തിൽ ശ്രദ്ധിച്ചാൽ വിജയം വളരും. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ ശ്രദ്ധ തിരഞ്ഞെടുക്കുക. കാരണം നിങ്ങളുടെ ശ്രദ്ധയാണ് നിങ്ങളുടെ ഭാവിയെ നിർമ്മിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടൂ. ജീവിതം മാറ്റുന്ന ഇത്തരം വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേട്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി. തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. Have a nice and wonderful day.